ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണിത്. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ അത് കാണേണ്ടതാണ്. ഇതിൽ കുറച്ച് ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങളും എക്സ്പെരിമെൻസും അവയുടെ ഫൈൻഡിങ്സും അതിൻ്റെ നിഗമനങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യം നാം പഠിക്കാൻ പോകുന്നത് സർ ഹംഫ്രി ഡേവി എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്. സർ ഹംഫ്രി ഡേവി പദാർത്ഥങ്ങളിലൂടെ, അതായത് സംയുക്തങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അവയിൽ നിന്നും മൂലകങ്ങളെ വേർതിരിക്കാമെന്ന് കണ്ടെത്തി. നമ്മളെങ്ങനെ പറയാം? ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റഡ് മെനി എലമെൻറ്റ്സ് ഫ്രം കോമ്പൗണ്ട്സിൽ നിന്നും എലമെൻസിനെ ഐസൊലേറ്റ് ചെയ്ത് വേർതിരിച്ചു. എന്തുപയോഗിച്ച്? ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഏതൊക്കെ മൂലകങ്ങളെയാണ് വേർതിരിച്ചത്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ. ഫസ്റ്റ് പോയിന്റ് നിങ്ങളിത് എഴുതുക. നെക്സ്റ്റ്, ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് വിച്ച് ഇൻവോൾവ് ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ലിക്വിഡ്സ്. അദ്ദേഹം ഏതിലൂടെയാണ് വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണങ്ങളാണ് ചെയ്തത്? ലിക്വിഡിലൂടെ, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണങ്ങളാണ് അദ്ദേഹം കണ്ടക്ട് ചെയ്തത്. ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കി പദാർത്ഥങ്ങളിൽ എന്തുണ്ട്? പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ്, വൈദ്യുത ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. രണ്ട് തരത്തിലുള്ള വൈദ്യുത ചാർജാണുള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് സർ ഹംഫ്രി ഡേവി? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എങ്ങനെ എഴുതും? ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റഡ് മെനി എലമെൻറ്റ്സ് ഫ്രം കോമ്പൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് മൂലകങ്ങളെ വേർതിരിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി കണ്ടെത്തി. പിന്നെ ഉദാഹരണങ്ങൾ എഴുതാം. പിന്നെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണങ്ങൾ അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹം പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. He conducted experiments which involved the passage of electricity through liquids. On the basis of these experiments, he understood the presence of electrical charges in substances. പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തിയത് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ്. ഇങ്ങനെ കണ്ടെത്തിയ അദ്ദേഹം ടു ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട്. അതേതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് സർ ഹംഫ്രി ഡേവി? ഹംഫ്രി ഡേവിയുടെ കണ്ടെത്തലുകൾ എന്തെല്ലാമായിരുന്നു? രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്, വൈദ്യുതിയുടെ പിതാവാണ് ആര്? മൈക്കൽ ഫാരഡെ. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്കൽ ഫാരഡെ. From the experiments he conducted along with Sir Humphrey Davy, he found that electricity can pass through liquids. അതായത് ഇദ്ദേഹം ഹംഫ്രി ഡേവിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്നും ലിക്വിഡിൽ നമ്മൾ പറഞ്ഞ ദ്രാവകങ്ങളിൽ വൈദ്യുതി കടത്തിവിടുന്ന എക്സ്പെരിമെൻറ്റ്സ് ഹംഫ്രി ഡേവിയുമായി ചേർന്ന് ചെയ്ത സമയത്ത് it is found that some liquid substances can be separated into their components by passing electric current through them. അതായത് ലിക്വിഡ് സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അത് അതിൻ്റെ മൂലകങ്ങളായി അത് വിഘടിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അതിനാണ് നമ്മൾ പറയുക ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് ലായനി എടുത്തിട്ട് അതിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അത് രണ്ട് മൂലകങ്ങളായിട്ട് മാറുന്നു, സോഡിയവും ക്ലോറിനുമായിട്ട് മാറുന്നു. അത് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സം ലിക്വിഡ് സബ്സ്റ്റൻസസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. ദ്രാവകങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, വിഘടിക്കപ്പെടുന്നു ഇൻ ടു ദെയർ കമ്പണൻസ്. അവയുടെ കമ്പണൻസുകളായിട്ട്, അതായത് മൂലകങ്ങളായിട്ടൊക്കെ വിഘടിക്കപ്പെടുന്നു. ബൈ പാസിങ് ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ ദം. അതിലൂടെ ഇലക്ട്രിക് എനർജി വൈദ്യുതി കടത്തിവിടുമ്പോൾ ലായനിയിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ അവ മൂലകങ്ങളായി വിഘടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഹു പ്രപ്പോസ്ഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം കൊണ്ടുവന്നത് മൈക്കൽ ഫാരഡെ ആണ്.
അപ്പോൾ ഇതിന് നമുക്ക് ഏതെല്ലാം ചോദ്യങ്ങൾ എഴുതാം? ഹു ഈസ് എ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് മൈക്കൽ ഫാരഡേ? ദെൻ ഹു പ്രപ്പോസ്ഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? ആരാണ്, മലയാളത്തിൽ പറയാം, ആരാണ് വൈദ്യുതിയുടെ പിതാവ്? മൈക്കൽ ഫാരഡേയുടെ കണ്ടെത്തലുകൾ എന്തെല്ലാമായിരുന്നു? ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുതി വിശ്ലേഷണ നിയമം കൊണ്ടുവന്നതാര്? അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. നമുക്കത് ഷോർട്ടായിട്ട് നമുക്ക് പറയാം. മൈക്കൽ ഫാരഡേ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഹി ഫൗണ്ട് ദാറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ലിക്വിഡ്സ്. സം ലിക്വിഡ് സബ്സ്റ്റൻസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ദെയർ കമ്പണൻസ്. ലിക്വിഡ് സബ്സ്റ്റൻസസ് അവയുടെ കമ്പണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു ബൈ പാസിങ് ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ ദം. അതായത് ഇലക്ട്രിക്കൽ കറണ്ട് അതിലൂടെ കടത്തിവിടുമ്പോൾ അവ കോമ്പണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഒരു ദ്രാവകത്തിലൂടെ ദ്രാവക പദാർത്ഥത്തിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് കടത്തിവിടുമ്പോൾ, വൈദ്യുതി കടത്തിവിടുമ്പോൾ അവയുടെ മൂലകങ്ങളായിട്ട് വേർതിരിക്കപ്പെടുന്നു. ഇതിനെ പറയുന്നതാണ് ഇലക്ട്രോളിസിസ്. ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം കൊണ്ടുവന്നതാര്? മൈക്കൽ ഫാരഡേ. ഇനി നമുക്കിവിടെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അധിക വായന എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിനൊന്നും വരില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് പോകാതെ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ എഴുതുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം ഒരു പോയിന്റ് പറയാം. ഹെൻറിച്ച് ഗേസ്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഹെൻറിച്ച് ഗേസ്ലറാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജൂലിയസ് പ്ലക്കർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ ഗ്യാസസ് അറ്റ് വെരി ലോ പ്രഷർ. വളരെ കുറഞ്ഞ മർദ്ദത്തിലൂടെ വൈദ്യുത ചാർജ് കടത്തിവിടാൻ പറ്റുമെന്ന്. വൈദ്യുത ചാർജ് വളരെ കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിലൂടെ വൈദ്യുത ചാർജ് കടത്തിവിടാമെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ജൂലിയസ് പ്ലക്കർ. ഇത് നിങ്ങൾക്ക് അധിക വായനയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, എക്സാമിനൊന്നും വരില്ല. ദെൻ നെക്സ്റ്റ് ആണ് വില്യം ക്രൂക്സ് conducted some experiments using modified form of gaseless discharge ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് വില്യം ക്രൂക്സ് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയ സമയത്ത് ഈ ക്ലാരിഫൈഡ് ദി നേച്ചർ ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ ചില പ്രത്യേകതകളൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂഗൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞ് റെക്കഗ്നൈസ്ഡ് ദി പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്യാസസ് ബൈ കണ്ടക്ടിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടത്തിയതിന് ശേഷം തിരിച്ചറിഞ്ഞതാണ് ദി പ്രസൻസ് ഓഫ് പോസിറ്റീവ് ഗ്യാസസുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് യൂഗൻ ഗോൾഡ്സ്റ്റെയിൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വില്യം റോൺസൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് വില്യം റോൺസൺ? അതായത് ഡിസ്കവറി ഓഫ് എക്സ് റേസ് കണ്ടുപിടിച്ച ആളാണ് ആര്? വില്യം റോൺസൺ. നിങ്ങൾക്ക് എക്സാമിന് വരില്ല, അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സാമിന് വരുന്നൊരു ഭാഗമാണ് ജെ തോംസൺ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് എക്സാമിന് വരുന്ന വേറെ 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് സർ ഹംഫ്രി ഡേവിയുടെ കണ്ടെത്തലുകൾ എന്തായിരുന്നു? ദെൻ വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് മൈക്കൽ ഫാരഡേയുടെ കണ്ടെത്തലുകൾ എന്തെല്ലാമായിരുന്നു? ഇനി നമ്മൾ പഠിക്കുന്നത് ജെ തോംസണിനെ പറ്റിയിട്ടാണ്. ജെ തോംസണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഡിസ്ചാർജ് ട്യൂബിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്ചാർജ് ട്യൂബിനെ പറ്റി പഠിക്കാം. ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മർദ്ദത്തിലും ഉയർന്ന വോൾട്ടതയിലും വാതകങ്ങളിലൂടെ വൈദ്യുത പ്രവാഹം സാധ്യമാണ്. ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഒരു കട്ടിയുള്ള ഗ്ലാസ് ട്യൂബാണ് ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ മർദ്ദത്തിലും ഹൈ വോൾട്ടതയിലും ഇതിലുള്ള വാതകങ്ങളിലൂടെ നമുക്ക് ഉയർന്ന വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഇവിടെ 2 ഇലക്ട്രോഡുകളാണുള്ളത്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡും. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് നടത്തിയ സമയത്ത് കാഥോഡിൽ നിന്നും വരുന്ന നെഗറ്റീവ് ചാർജുള്ള കണങ്ങളെ കണ്ടെത്തി. ഈ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളെയാണ് ഇലക്ട്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്നത്.
ഇവിടെ 2 ഇലക്ട്രോഡുകളുണ്ട്, ആനോഡുണ്ട്, കാഥോഡും ഉണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് നടത്തിയ സമയത്ത് കാഥോഡിൽ നിന്നും വരുന്ന നെഗറ്റീവ് ചാർജുള്ള റേസിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇനി നമുക്ക് ജെ തോംസൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ജെ തോംസൻ്റെ ഭാഗത്തേക്ക് പോകാം. ഹി പ്രൂവ്ഡ് ദാറ്റ് ദ റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി കാഥോഡ് ആർ മേഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. കാഥോഡിൽ നിന്നും വരുന്ന റേസ്, അതായത് കാഥോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഹി ആൾസോ മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദീസ് പാർട്ടിക്കിൾസ് പൊസസ് മാസ് ആൻഡ് എനർജി. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് കാഥോഡിൽ നിന്നും വരുന്ന ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന് വളരെ കുറഞ്ഞ മാസ് ഉണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ഇതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837, അതായത് 1837 ഒരു ഭാഗം. അത്രയും ഹൈഡ്രജൻ്റെ മാസിൻ്റെ 1837 മാസിൻ്റെ ഒരു ഭാഗം, 1/1837 പാർട്ട് ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാണ് ഏതിൻ്റെ മാസ്? ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി ലെസ്, that is 1/1837 part of the mass of a hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837, 1837 ഒരു ഭാഗം മാത്രമാണ് ഏതിന് മാസുള്ളൂ? ഹൈഡ്രജൻ്റെ മാസുള്ളത്. ദെൻ ദീസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ എന്ത് വിളിച്ചു? ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ഇവിടെ നമുക്ക് 1-2 ചോദ്യങ്ങൾ എഴുതാം. വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് ജെ തോംസൺ? അപ്പോൾ നിങ്ങൾ എന്തെഴുതാം? മെയിനായിട്ട് നിങ്ങൾ എഴുതാം ജെ തോംസൺ പ്രൂവ്ഡ് ദാറ്റ് ദ റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി കാഥോഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. Then these negatively charged particles possess mass and energy. These negatively charged particles are called electrons. Then the mass of electron is 1/1837 part of the mass of a hydrogen atom. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? കാഥോഡിൽ നിന്നും പുറത്ത് വരുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുള്ള രശ്മികൾ പുറത്തേക്ക് വരുന്നു. ഈ രശ്മികൾക്ക്, ഈ കണങ്ങൾക്ക് എന്താണ്? വളരെ കുറഞ്ഞ മാസും ഊർജവുമാണ് ഉള്ളത്. ഇതിൻ്റെ മാസ് വളരെ കുറവാണ്. അതായത് 1/1837 മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837, 1837 ഭാഗം മാത്രമാണ് ഹൈഡ്രജൻ്റെ മാസ് ഉള്ളത്. ദെൻ ഈ നെഗറ്റീവ് ചാർജുള്ള ഈ കിരണങ്ങളെ, ഈ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോണുകൾ എന്ന് വിളിക്കാം. ഈ ഇലക്ട്രോണുകൾക്ക് ചാർജ് നെഗറ്റീവ് ചാർജാണുള്ളത്. ഇനി നമുക്ക് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം 2 തരത്തിലുള്ള ചാർജുണ്ട്, പോസിറ്റീവ് ചാർജുണ്ട്, നെഗറ്റീവ് ചാർജുണ്ട്. നെഗറ്റീവ് ചാർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ആറ്റത്തിനുള്ള പോസിറ്റീവ് ചാർജിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ബൈ പാസിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ. ഇവിടെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഈ നടുക്കുള്ളതാണ് തിൻ ഗോൾഡ് ഫോയിലും. ഇതിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടന്നു പോവുകയാണ്. ഇതിന് ചുറ്റും വൃത്താകൃതിയിലായിട്ടൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ് ബൈ പാസിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ. വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജ് ആൽഫ പാർട്ടിക്കിൾ ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ, വളരെ നേർത്ത ഗോൾഡ് ഫോയിലിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ കടത്തിവിട്ട സമയത്ത് എന്ത് സംഭവിച്ചു? നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയേ. അതായത് ഈ കുറേ ആൽഫ കണങ്ങൾ ഗോൾഡ് ഫോയിലിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. കുറച്ച് കണങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നടുക്കെത്തുമ്പോൾ ഡീവിയേഷൻ സംഭവിക്കുന്ന ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. കുറച്ച് ആൽഫ കണങ്ങൾ പോയ പോലെ തന്നെ തിരിച്ച് വരുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണ് അതിനൊക്കെ കാരണം?
എന്തൊക്കെയാണ് ഇത് കാരണം? അപ്പോൾ റൂദർഫോർഡ് കണ്ടെത്തിയത് ദി മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. അതായത് അവിടെ നമ്മുടെ ആറ്റത്തിലെ മേജർ പോർഷൻ, വലിയ ഭാഗവും എന്താണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്, ശൂന്യമാണ്. അതുകൊണ്ടാണ് കുറേ കുറേ ആൽഫ പാർട്ടിക്കിൾസ് എവിടെയും തട്ടാതെയും മുട്ടാതെയും നേരെ അങ്ങ് പോകുന്നത്. അവിടെയൊക്കെ എംപ്റ്റിയാണ്, അവിടെ ആരും തടയാനില്ല. അതുകൊണ്ട് കുറേ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിന് നേരെ അങ്ങ് പോകാൻ കഴിയുന്നുണ്ട്, പോകാൻ പറ്റുന്നുണ്ട്. കാരണം മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. അവിടെയൊക്കെ അതായത് ഒരു ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും എന്താണ്? ശൂന്യമാണ്. പക്ഷെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കുറച്ച് അവ വന്ന പോലെ തന്നെ ബൗൺസ് ബാക്ക്, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു. ഇതിന് കാരണം ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ ഏകദേശം നമ്മൾ കേന്ദ്രഭാഗത്തിലൂടെ വരുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജ് തന്നെയുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജും ആകർഷിക്കുകയാണോ വികർഷിക്കുകയാണോ ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജും വികർഷിക്കുന്നു. അതായത് അവിടെ റിപ്പൽഷൻ സംഭവിച്ചിട്ടാണ്. അവിടെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ആൽഫ റേസിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഏകദേശം ഈ ന്യൂക്ലിയസ് നിൽക്കുന്നത് ഏകദേശം നടുക്ക് തന്നെയാണ്. പൊതുവെ നടുക്കാണ്, കേന്ദ്രഭാഗത്താണ് ന്യൂക്ലിയസ് കിടക്കുന്നത്. ബാക്കി എല്ലാ ഭാഗവും എന്താണ്? ശൂന്യമാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്ത് കൂടെ പോകുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേസ് ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് കാരണം റിപ്പൽഷൻ സംഭവിച്ചിട്ട് അവയ്ക്ക് ഡീവിയേഷൻ, അവയുടെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായി കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ജസ്റ്റ് ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് പോകുന്നു. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് വളരെ ആൽഫ പാർട്ടിക്കിൾസിന് തിരിച്ച് ബൗൺസ്ഡ് ബാക്ക് പെട്ടെന്ന് തന്നെ പുറകോട്ടേക്ക് വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? there is a small part inside the atom where all the positive charge is concentrated. അതായത് ഒരാറ്റത്തിൽ ഒരു ചെറിയ ഭാഗത്ത് എല്ലാ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ച് കിടക്കുന്നുണ്ട്. ദി സെൻട്രൽ റീജിയൻ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഈ കേന്ദ്രഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവിടെ ഒരു ന്യൂക്ലിയസിൻ്റെ അടുത്തുകൂടെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിന് ഒരു ഡീവിയേഷൻ, അതിൻ്റെ പാതയ്ക്കൊരു ഡീവിയേഷൻ, റിപ്പൽഷൻ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ആൽഫ റേസിനും പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണ് ചില ആൽഫ റേസിന് അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിച്ച് തിരിച്ചു വന്നത്. അപ്പം നമുക്കിവിടെ 2 പോയിൻ്റ് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് റൂദർഫോർഡ്? ഫസ്റ്റ് നമ്മൾ പോയിൻ്റ് എഴുതേണ്ടത് ദെൻ വാട്ട് ആർ ദി ഫൈൻഡിങ്സ് ഓഫ് ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആൻസർ എഴുതി തുടങ്ങാം. റൂദർഫോർഡ് കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ബൈ പാസിങ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ വെരി തിൻ ഗോൾഡ് ഫോയിൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ എഴുതുന്നത് the alpha rays that come out through the gold foil were allowed to fall on a circular photographic film. അതായത് അതിൻ്റെ ബാക്കിലൊരു നിങ്ങൾ കാണാം, ഒരു വൃത്താകൃതിയിലൊരു വൃത്താകൃതിയിലൊരു സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിമുണ്ട്. വൃത്താകൃതിയിലൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമുണ്ട്. അപ്പോൾ ഈ പോകുന്ന ഗോൾഡ് ഫോയിലൂടെ പോകുന്ന ആൽഫ റൈസൊക്കെ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ വന്ന് പതിക്കുന്നുണ്ട്. Then he found that the major portion of an atom is empty. ഒരു ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. And there is a small part inside the atom where all the positive charge is concentrated. ആറ്റത്തിലെ ഒരു സ്മോൾ പാർട്ട്, വളരെ കുറഞ്ഞ ഭാഗത്താണ് പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദി സെൻട്രൽ റീജിയൻ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഈ കേന്ദ്രഭാഗത്തെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തിയ സമയത്ത് ഇറ്റ് വാസ് പ്രൂവ്ഡ് ദാറ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് വർ റെസ്പോൺസിബിൾ ഫോർ ദി പോസിറ്റീവ് ചാർജ് ആർ പ്രോട്ടോൺസ്. അദ്ദേഹം ഇതിനെ തുടർന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പ്രോട്ടോണുകളെയും കണ്ടെത്തി, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെയും അദ്ദേഹം കണ്ടെത്തി. ദെൻ ഇറ്റ് വാസ് പ്രൂവ്ഡ് ദാറ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് വർ റെസ്പോൺസിബിൾ ഫോർ ദി പോസിറ്റീവ് ചാർജ് ആർ പ്രോട്ടോൺ ഓൺ ദി ബേസ് ഓഫ് ഹിസ് ഫർദർ എക്സ്പെരിമെൻറ്റ്സ്. വീണ്ടും അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെയും അദ്ദേഹം തെളിയിച്ചു.
അപ്പോൾ ഈ സമയത്ത് തന്നെ ശാസ്ത്രജ്ഞന്മാർക്കുള്ളൊരു പ്രത്യേക കഴിവുണ്ട്, ഊഹിക്കാനുള്ളൊരു കഴിവ്. അതുപോലെ തന്നെ ഇനിയും അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു, ഏതോ ഒരു ചാർജ്ലെസ് ആയ ഒരു പാർട്ടിക്കിളും കൂടി ന്യൂക്ലിയസിൽ ഉണ്ടാകാമെന്നും അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ഈ പ്രോട്ടോണിൻ്റെ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് പ്രോട്ടോണിൻ്റെ മാസ് എന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ എഴുതുക? ഒന്നാമത്തത്, അദ്ദേഹം വളരെ നേർത്ത ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ റൈസിനെ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ റൈസിനെ കടത്തിവിട്ട പരീക്ഷണങ്ങളിൽ നിന്നും എന്ത് കണ്ടെത്തി? ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണെന്നും ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു കേന്ദ്രഭാഗമുണ്ടെന്നും കണ്ടെത്തി. ഈ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. തുടർന്നുള്ള പരീക്ഷണങ്ങൾ നടത്തിയ സമയത്ത് പോസിറ്റീവ് ചാർജുള്ള മറ്റൊരു കണവും കൂടി ഉണ്ടെന്ന് കണ്ടെത്തി. ഈ കണത്തിൻ്റെ പേരാണ് പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസിന് തുല്യമാണ്. അതിൻ്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഓപ്പോസിറ്റ്, അതായത് പോസിറ്റീവ് ചാർജാണ് ആർക്കുള്ളത്? പ്രോട്ടോണിനുള്ളത്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ ഹി ആൾസോ പ്രഡിക്റ്റഡ് ദി പ്രസൻസ് ഓഫ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണങ്ങളുണ്ടെന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു, അദ്ദേഹം പ്രവചിച്ചു. എന്ന സയൻറ്റിസ്റ്റ് എന്താണ് കണ്ടുപിടിച്ചത്? ഹി പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ദാറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് an atom there are neutral particles having mass equal to that of proton. അതായത് ഗൈഡൻസ് ഓഫ് റൂദർഫോർഡ് ആദ്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഏതോ ഒരു ചാർജ് ഇല്ലാത്തൊരു പാർട്ടിക്കിൾ ന്യൂക്ലിയസിലുണ്ടെന്ന് ഒന്ന് പ്രവചിച്ചിട്ടാണ് റൂദർഫോർഡ് പോയത്. അതിനുശേഷം സയൻറ്റിഫിക്കലി ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പ്രൂവ് ചെയ്തത് ജെയിംസ് ചാഡ്വിക്കാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഹാവിങ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായ ചാർജ് ഇല്ലാത്ത കണങ്ങൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്ക്. ഈ ചാർജ്ലെസ് പാർട്ടിക്കിൾസിന്, ദിസ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ഈസ് ദ ന്യൂട്രോൺ. ഈ ചാർജ് ഇല്ലാത്ത കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ? ജെയിംസ് ചാഡ്വിക്ക്. ഇതിൻ്റെ ടോട്ടൽ മാസും, അതായത് ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസിലാണ്. കാരണം ന്യൂക്ലിയസിലാണല്ലോ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ന്യൂട്രോൺസിൻ്റെ, അതുകൊണ്ട് പാർട്ടിക്കിൾസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ദാറ്റ് പൊസസ് മാസ്, ഇത് രണ്ടിനും മാസ് ഉണ്ട്. ന്യൂട്രോണിനും പ്രോട്ടോണിനൊക്കെ ഉള്ള മാസൊക്കെ, കൂടുതൽ മാസമൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് ടോട്ടൽ മാസ് ഓഫ് an atom is concentrated in the nucleus because the particles protons and neutrons that possess mass are in the nucleus. അപ്പോൾ നമുക്ക് ആറ്റത്തിൽ 3 തരത്തിലുള്ള കണങ്ങളുണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തി: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ നമുക്കൊരു ചോദ്യം എഴുതാം. എന്താ നമ്മൾ എഴുതാം? ന്യൂട്രോൺ കണ്ടെത്തിയത് ആര്? ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ? ആരാണ് ആൻസർ എഴുതുന്നത്? ആരാണ് എഴുതുക? ജെയിംസ് ചാഡ്വിക്ക്. വാട്ട് ഇസ് ചാർജ് ഓഫ് ന്യൂട്രോൺസ്? എ ചാർജ്ലെസ് പാർട്ടിക്കിൾ. ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ മാസ് എങ്ങനെയാണ്? വാട്ട്സ് എ മാസ് ഓഫ് ന്യൂട്രോൺ? മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ മാസും അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസും ഈക്വൽ ആണല്ലോ. അപ്പോൾ മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമുക്കൊന്ന് ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറയാം. എന്നെല്ലാവരും നോക്കിയേ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോണിൻ്റെ ചാർജോ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിൻ്റെ ചാർജ് ചാർജ്ലെസ് ആണ്, അതായത് നെഗറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ്. ദെൻ ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഇലക്ട്രോണിൻ്റെ മാസ് എങ്ങനെയാണ് പറയുന്നത്? മാസ് ഈസ് വെരി ലെസ്. വളരെ കുറഞ്ഞ മാസാണ് ഇലക്ട്രോൺ ഉള്ളത്. അതായത് 1/1837, 1/1837 മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1/1837 പാർട്ട് എന്തിൻ്റെ മാസുള്ളൂ?
ഇലക്ട്രോണിൻ്റെ മാസ് ഉള്ളൂ. 1/1837 പാർട്ട് ഓഫ് ദി മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തെയാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡായിട്ട് ഒരു താരതമ്യം ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ടാണ് നമ്മൾ മാസ് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് നമുക്ക് എങ്ങനെ പറയാം? മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് പ്രോട്ടോണിൻ്റെ മാസ്. അതുപോലെ ന്യൂട്രോണിൻ്റെ മാസ് എങ്ങനെ പറയാം? മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയാം. ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. പ്രോട്ടോൺ എവിടെയാണ് കാണുന്നത്? സീൻ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോൺ കാണുന്നത്. എവിടെയാണ് ന്യൂട്രോൺ കാണുന്നത്? സീൻ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന രണ്ട് കണങ്ങളാണ്. ഏതൊക്കെയാണ് രണ്ട് പാർട്ടിക്കിൾസ്? പ്രോട്ടോണും ന്യൂട്രോണും. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചു. ജോൺ ഡാൾട്ടൺ എന്താ പറഞ്ഞത്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ആറ്റത്തെ വിഭജിക്കാൻ കഴിയുന്നു. ആറ്റത്തിൽ എന്തെല്ലാം കണങ്ങളുണ്ട്? ഇപ്പം നമ്മൾ എന്തെല്ലാം കണങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞു? ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം.